ഇനി നമുക്ക് തുടങ്ങേണ്ടത്. ശരിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലായിരുന്നു. ഇരുപത്തിയെട്ടാമത്തെ പാഠത്തിൽ മഫ്ഊല് മുത്തലഖിനെ കുറിച്ചാണ് പറയുന്നത്. മഫ്ഊല് മുത്തലഖ്. മഫ്ഊല് മുത്തലഖ് എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കുക, അതിന്റെ വ്യത്യസ്ത ഉപയോഗങ്ങൾ, പ്രയോഗങ്ങൾ, രീതികൾ, ഇതൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ ഉപസംഹാരത്തിന് നോട്ട്സ് ഉണ്ടാകും. അതങ്ങനെ തന്നെ വായിക്കാം എന്നായി, അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമുക്ക് പാഠം വായിച്ചു നോക്കാം. ഓക്കെ. യുഎഇയിൽ എത്ര മണിയായി? ഞാൻ യുഎഇലല്ല ഉള്ളത്, ഞാൻ നാട്ടിലാണ് ഉള്ളത്. ഡോക്ടർ നാട്ടിലാണ്. ചിലപ്പോ അവിടെ ഫജർ കഴിഞ്ഞില്ലേ? ഇവിടെ 7 മണി. അവിടെ അവിടെ ഫജർ കഴിഞ്ഞില്ലേ യുഎഇല്? യുഎഇല് ഇപ്പം അറിയില്ല, ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉള്ളത്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലേ? നാട്ടിലാ. അതെ. ശരി. ബുക്കുമില്ല. കാണുന്നില്ല. അബ്ദുള്ള വന്നു, ഹലീമ വന്നു. ശരി. അപ്പൊ ഡോക്ടർ കഴിഞ്ഞ ആഴ്ച കേറാനില്ലായിരുന്നു? കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു? ഞാനില്ലായിരുന്നു, ഞാൻ യാത്രയിലായിരുന്നു. യാത്രയിലായിരുന്നു. ശരി. الدرس الثامن والعشرون. قدوما مباركا يا أستاذ. قدوما مباركا يا أستاذ. قدوم എന്താണ്? കദമ യഖ്ദുമുവിന്റെ ക്രിയാധാതുവാണ് ഖുദൂം. കദിമ യഖ്ദുമു എന്ന് പറഞ്ഞാൽ ആഗമിച്ചു, വന്നു. കദിമ യഖ്ദുമു എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്രിയാധാതുവാണ് ഖുദൂം. അപ്പൊ എന്തായി? അതിന്റെ ക്രിയാധാതുവാണ് പറഞ്ഞത്. ക്രിയാധാതു പറഞ്ഞത് എന്തിനാണ് ആ ക്രിയാധാതു പറഞ്ഞിരിക്കുന്നത്? മുബാറക്കായിട്ടുള്ള ഖുദൂമ് എന്ന് പറയുന്നതിന് വേണ്ടി. അനുഗ്രഹീതമായ ആഗമനം. അല്ലയോ ഉസ്താദെ? ഉസ്താദിന്റെ ആഗമനത്തെ മഹത്വവൽക്കരിക്കുന്നതിനാണ് എന്തുപയോഗിച്ചത്? ഇവിടെ ക്രിയാധാതു ഉപയോഗിച്ചത്. ഖുദൂമൻ മുബാറക്. എങ്ങനെയുള്ളതായ ആഗമനമാണ്? മുബാറക്കായ ആഗമനം. മതാ ഖദിംത മിനസ്സഫരി. മതാ ഖദിംത മിനസ്സഫരി. താങ്കൾ എപ്പോഴാണ് സഫറിൽ നിന്നും വന്നത്? കദിമ വന്നു. മതാ കദിമ, എപ്പോഴാണ് താങ്കൾ എത്തിച്ചേർന്നത്? നമ്മുടെ വിഷയം ഖുദൂമൻ മുബാറക്കൻ എന്നാണ്. അപ്പൊ അത് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. അൽ മുദരിസ് ബാറക്കല്ലാഹു ഫീക്ക്. ബാറക്കല്ലാഹു ഫീക്ക്. ഉസ്താദ് എന്ത് പറഞ്ഞു? ബാറക്കല്ലാഹു ഫീക്ക്. ഇങ്ങോട്ട് പറയുന്നതിനും അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? പ്രതികരിക്കുകയാണ്. താങ്കൾ അനുഗ്രഹീതമായ ആഗമനം എന്ന് പറഞ്ഞതിൽ അള്ളാഹ് താങ്കൾക്ക് ബർക്കത്ത് നൽകട്ടെ. ബാറക്കല്ലാഹു ഫീക്ക്. ഖദിംതുൽ ബാരിഹത. ഞാൻ കഴിഞ്ഞ രാത്രിയാണ് എത്തിയത്. അൽ ബാരിഹത, ലാസ്റ്റ് നൈറ്റ്. ഖദിംതുൽ ബാരിഹത. യാ ഹംസതു അഗ്ലിഖുൽ ബാബ ഇഗ്ലാഖൻ വഖഫിഫ് സുർഅതൽ മിർവഹതി. യാ ഹംസതു അഗ്ലിഖുൽ ബാബ ഇഗ്ലാഖൻ. അപ്പൊ എന്ത് ചെയ്തു? അഗ്ലിഖ് എന്ന കൽപ്പന പറഞ്ഞു. അൽ ബാബ, ബാബിനെ. അഗ്ലഖ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? ക്ലോസ്, അടച്ചു. അഗ്ലഖ. അൽ മക്തബു മുഗലഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. മുഗലഖ് ക്ലോസ്ഡ്. അഗ്ലഖ ക്ലോസ് ചെയ്തു. അഗ്ലിഖുൽ ബാബ്, നീ ഡോർ അടയ്ക്കൂ. ഇഗ്ലാഖൻ, അതായത് അഗ്ലഖയുടെ ക്രിയാധാതു ഉപയോഗിച്ചു. ഇഗ്ലാഖൻ. എന്തിനാ പറഞ്ഞത്? അവിടെ നന്നായി അടച്ചു എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പൂർണ്ണമായ
ഇഖ്ലാഖ്. അപ്പൊ അതിന്റെ ക്രിയയുടെ തീവ്രത കാണിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അകലക്ക് അടയ്ക്കുക. എങ്ങനെ അടയ്ക്കണം? നന്നായി അടയ്ക്കുക അടയ്ക്കാൻ വേണ്ടിയാണ് ഇഖ്ലാഖൻ എന്ന് ഉപയോഗിച്ചത്. ഇഖ്ലാഖ് എന്നത് അതിന്റെ ക്രിയാധാതുവാണ്. അകലക്കൽ ബാബ ഇഖ്ലാഖൻ. വഖഫിഫ് സുർഅത്തൽ മിർവാഹത്തി. ഖഫിഫ് എന്താണ്? അൽ ആന ഖഫഫ അല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗമുണ്ട്. അൽ ആന ഖഫഫ അല്ലാഹു അൻകും. ലഘൂകരിച്ചു. സ്പീഡ് ഓഫ് നേരത്തെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടല്ലോ. وأما من خفت موازينه. وأما من خفت موازينه. എന്താർത്ഥം? ലഘൂകരിച്ചു. ഭാരം കുറഞ്ഞെന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞു. ഇവിടെ ഭാരമല്ല. ഖഫഫ എന്ന് പറഞ്ഞാൽ ലഘുവാക്കുക. ഖഫിഫ് സുർഅത്തൽ മിർവഹത്തി. സുർഅത്ത് എന്താ? സ്പീഡ്. സ്പീഡ് കുറയ്ക്കുക. അൽ മിർവഹത്ത് ഫാനിന്റെ സ്പീഡ് കുറയ്ക്കുക. ഡോർ അടച്ചിട്ട് ഫാനിന്റെ വേഗത കുറയ്ക്കൂ, സ്പീഡ് കുറയ്ക്കൂ. ഹംസത്തു. തക്ഫി ഹാദിഹി സുർഅത്തു. അപ്പൊ അദ്ദേഹം ലഘൂകരിച്ചിട്ടുണ്ടാവും ഇതിനിടയ്ക്ക്, സ്പീഡ് കുറച്ചിട്ടുണ്ടാവും. തക്ഫി ഹാദിഹി സുർഅത്തു. കഫ യക്ഫി മതിയാകും. കഫ മതിയായി, ഇനഫ്. കഫ യക്ഫി. അലൈസ അല്ലാഹു ബികാഫിൻ. അല്ലാഹു മതിയായവനല്ലയോ? കഫ യക്ഫി കാഫിൻ. എന്നിട്ട് എന്ത് ചെയ്തു? ഹാദിഹി സുർഅത്തു. സുർഅത്ത് എന്നുള്ള സ്ത്രീലിംഗമായതുകൊണ്ടാണ് യക്ഫി എന്നുള്ളതിന് പകരം തക്ഫി ഉപയോഗിച്ചത്. അപ്പൊ സുർഅത്ത് വേഗത. ഫാനിന്റെ അല്ല, മിർവത്തിൻ്റെതല്ല. അല്ല, മിർവത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ സ്പീഡായിരിക്കും പറയുന്നത്. അല്ല, യക്ഫിക്ക് പകരം തക്ഫി വന്നത് സുറഅത്ത് വെച്ചിട്ടാണ്. സുറഅത്ത് സ്പീഡ് ആയതുകൊണ്ടാണ്. സുറഅത്താണ് ഇവിടെ തക്ഫിയുടെ കർത്താവ്. സെന്റൻസ് വരുമ്പോൾ സെന്റൻസിന്റെ കർത്താവിനല്ലേ നോക്കേണ്ടത്. സെന്റൻസിന്റെ കർത്താവ് എന്താണ്? സുറഅത്താണ്. ആ തക്ഫി ഹാദിഹി സുറഅത്തു. ഈ വേഗത മതിയാകുമോ? ഈ വേഗത മതിയാകുമോ? അൽ മുദരിസ്. ലാ ലഖദ് ഖഫഫ്തഹ കുല്ല തഖ്ഫീഫ്. അപ്പൊ ഇവിടെ ഖഫഫ എന്ന ക്രിയ കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? കുല്ല് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിൽ പിന്നീട് വരുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്താണ്? മഫ്ഊൽ മുത്തലഖിന് പകരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കുല്ല് ഉപയോഗിച്ചത്. എന്നിട്ടാണ് പിന്നെ തഖ്ഫീഫ് പറയുന്നത്. മഫ്ഊൽ മുത്തലഖ് എന്നാണ് അതിന്റെ പറയാതെ ഖഫഫ്ത എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? മഫ്ഊൽ ബിഹി ആയിട്ടാണ് കുല്ല് വന്നിരിക്കുന്നത്. നേരത്തെ അഖലക്കൽ ബാബ എന്ന് പറഞ്ഞില്ലേ? അഖലക്കൽ ബാബ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും ഈ ക്രിയാധാതു എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? മഫ്ഊൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അഖലക്കൽ ബാബ, ബാബിനെ നീ അടയ്ക്കൂ. അപ്പൊ ബാബൻ എന്താണ്? മഫ്ഊൽ ബിഹിയാണ്. പിന്നെ അതിന്റെ വിശദീകരണമാണ് ഇഖ്ലാഖ്. അപ്പൊ ക്രിയാധാതു മഫ്ഊൽ ബിഹി ആയിട്ട് വരും. അങ്ങനെ മഫ്ഊൽ ബിഹിയാണ്. സോറി, ബിഹി എന്ന് പറയില്ല അവിടെ. മഫ്ഊൽ മുത്തലഖ് മഫ്ഊലായിട്ട് വരും. അപ്പോൾ അതിന് മഫ്ഊൽ മുത്തലഖ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? ലഖദ് ഖഫഫ്തഹ. നീ അതിനെ കുറച്ചു കളഞ്ഞു. കുല്ല. ആ കുല്ലാണ് എന്ത് ചെയ്ത്? അതിന്റെ മഫ്ഊല് മുത്തലഖ് വരുന്നതിന് പകരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ കുല്ല് വന്നിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? തഖ്ഫീഫ് എന്ന് പറയുന്ന ക്രിയാധാതു ഉപയോഗിച്ചു. ഖഫഫ യുഖഫിഫു തഖ്ഫീഫ്. സബ്ബഹ യുസബ്ബിഹു തസ്ബീഹ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മഫ്ഊല് മുത്തലഖിന് പകരം കുല്ല് വന്നിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. അറദ്തു അൻ തുഖഫിഫഹ ബഅദ തഖ്ഫീഫ്. അറദ്തു എന്നല്ല കേട്ടോ. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അവര് എന്ത് ചെയ്യാണ്? കമ്പ്യൂട്ടറൈസ്ഡ്
ഹർക്കത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ആവശ്യം ഈ ഇതൊന്നും പരിഗണിക്കില്ല. അത് തജ്വീദ് പോലുള്ള റീഡിങ് നിയമങ്ങളൊന്നും പരിഗണിക്കില്ല. അറദത്തു അല്ല, അറത്തു. അറത്തു ഐ മീൻ എന്ന് പറയുമല്ലോ, അതാണ് ഐ മീൻ. ഐ മെന്റ് അൻ തുഖഫിഫഹ, ഞാൻ ഉദ്ദേശിച്ചത് അൻ തുഖഫിഫഹ, നീ അതിനെ കുറയ്ക്കാനാണ്. ബഅദ തഖ്ഫീഫ്, കുറച്ച് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞത്. ബഅദ കുറച്ച്, തഖ്ഫീഫ് കുറവ്. ബഅദ തഖ്ഫീഫ് കുറച്ച് കുറയ്ക്കാനാണ് ഞാൻ പറഞ്ഞത്. സിദ്ഹ സിയാദതൻ ഖഫീഫതൻ. സിദ്ഹ, നീ അതിനെ കുറയ്ക്കണം, അല്ല കൂട്ടണം. സാദ യസീദു സിദ്, സാദ യസീദു സിദ്, വർദ്ധിപ്പിച്ചു. സിയാദത്ത് വർദ്ധനവ്. അപ്പൊ സാദ യസീദുവിന്റെ ക്രിയാധാതുവാണ് സിയാദത്ത്. അപ്പൊ സിയാദത്ത് വന്നു. സിയാദത്ത് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? മഫ്ഊൽ ബിഹി എന്ന് നമ്മളവിടെ പറയൂല, മറിച്ച് എന്താണ്? മഫ്ഊൽ മുത്ലഖ് എന്നാണ് പറയുന്നത്. മഫ്ഊൽ മുത്ലഖായിട്ടാണ് വന്നിരിക്കുന്നത്. ഖഫീഫത്തൻ, കുറച്ച്. ഓക്കെ, തഫീഫൻ അല്ലേ? തഫ എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഓഫ് ചെയ്തു. ഓഫ് ചെയ്യും. അപ്പൊ സിയാദത്തൻ തഫീഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് വർദ്ധനവ്. നമ്മൾ തഫ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ് അർത്ഥം. തഫീഫൻ, ലിറ്റിൽ. തഫീഫ് കണ്ട, തഫീഫ് ലിറ്റിൽ, സ്ലൈറ്റ് ഓർ ലിറ്റിൽ, തഫീഫിന്റെ തഫീഫ് കുറക്കുക, തഫീഫ് കുറച്ച് അല്ലേ? അതെ, ഖഫഫ എന്ന് പറഞ്ഞാലും കുറയ്ക്കുക തന്നെ, തഫ എന്ന് പറഞ്ഞാലും കുറയ്ക്കുക എന്ന് തന്നെയാണ്. തഫീഫ് എന്ന് പറഞ്ഞാൽ കുറച്ച്, അല്പം, സ്ലൈറ്റ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? സിദ്ഹ സിയാദത്തൻ തഫീഫാണ് കുറച്ച്. പക്ഷേ തഫീഫത്തൻ സ്ത്രീലിംഗം വരാൻ കാര്യം സിയാദത്തിന്റെ വിശേഷണമായിട്ടായിരിക്കും മുഫാദ് വരിക. അതിന്റെ വിശേഷണമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ ക്രമത്തില്. പക്ഷേ ഇവിടെ എന്താണ്? മഫ്ഊൽ മുത്ലഖാണ് സിയാദത്ത്. പിന്നെ ആ സിയാദത്ത് എന്ന മഫ്ഊൽ മുത്ലഖ് എന്തിനാ ഉപയോഗിച്ചത്? മഫ്ഊൽ മുത്ലഖ് ഉപയോഗിച്ചിട്ട് അത് എങ്ങനെയുള്ള കുറവാണ് അല്ലെങ്കിൽ വർധനവാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയുള്ള കുറവാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് മഫ്ഊൽ മുത്ലഖ് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ക്രിയാധാതു മഫ്ഊൽ മുത്ലഖായിട്ട് ഉപയോഗിച്ചത്. ലഖദ് ഖറഅതു ദർസ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോട്ട് 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 ഇട്ടാൽ നൊക്കത്തെ ഇട്ടാൽ സബ്ജക്ട് കഴിഞ്ഞു വേറെ സബ്ജക്റ്റിലേക്ക് പോകുന്ന അർത്ഥത്തിലാണ് ഇരിക്കുന്നത്. ലഖദ് ഖറഅതു ദർസൽ ജദീദത ഖിറാഅത്തൈൻ യൗമൽ അർബിഅ. ലഖദ് ഖറഅതു ദർസ, ഞാൻ പാഠം വായിച്ചിട്ടുണ്ടായിരുന്നു. ലഖദ് മീൻസ് നടന്നു കഴിഞ്ഞു. ഓൾറെഡി ഡൺ, ഓൾറെഡി ഫിനിഷ്ഡ് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം മാളിയായ ഫേഡ് ഉപയോഗിക്കുമ്പോൾ ലഖദ് ഖറഅതു ദർസ. അപ്പൊ ഇവിടെ എന്താണ്? ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. I have already read al jadida, dars al jadida, പുതിയ പാഠം. ഖിറാഅത്തൈനി, രണ്ട് വായന. അപ്പൊ എന്താണ്? ഖിറാഅത്ത് എന്താണ്? മഫ്ഊൽ മുത്ലഖാണ്. കാരണം അത് ഖറഅയുടെ ക്രിയാധാതുവാണ് വന്നിരിക്കുന്നത്. ഖറഅയുടെ ക്രിയാധാതുവാണ്. ഇവിടെ എന്ത് പറഞ്ഞു? ഖിറാഅത്തൈനി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി രണ്ട് വായനയാണ്. എന്തിനാണ് ഈ ഖിറാഅത്ത് എന്ന ക്രിയാധാതു ഉപയോഗിച്ചത്? ഇവിടെ അതിന്റെ എണ്ണം പറയുന്നതിന് വേണ്ടിയാണ്.
അപ്പൊ നേരത്തെ ക്രിയാധാതു ഉപയോഗിച്ചപ്പോഴത്തേക്ക് അതിന്റെ എന്താണ് എങ്ങനെയുള്ളതാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്, അല്ലേ? തഖ്ഫീഫ് എന്താണ് ഖഫീഫ്ഹ ആദ്യം പറഞ്ഞെന്താണ്? ഇഗ്ലാഖൻ അഗ്ലഖൽ ബാബ ഇഗ്ലാഖൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാ? അത് പൂർണ്ണമായും അടയ്ക്കുന്നതിന് വേണ്ടി. അപ്പൊ എന്നാൽ എങ്ങനെയുള്ള അടപ്പാണ്, അടയ്ക്കലാണ്, ക്ലോസിംഗ് ആണെന്ന് പറയുന്നതിന് വേണ്ടിയാണ് അവിടെ ഇഗ്ലാഖ് ഉപയോഗിച്ചത്, ക്രിയാധാതു ഉപയോഗിച്ചത്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ക്രിയാധാതു ഉപയോഗിച്ചത് അതിന്റെ എണ്ണം പറയുന്നതിന് വേണ്ടി. നമ്മൾ മുമ്പ് എപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായി ക്രിയാധാതു ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതിന്റെ തീവ്രത പറയുന്നതിന് വേണ്ടിയും അതിന്റെ പറഞ്ഞപ്പോ അവിടെ തീവ്രത പറയുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. അതേപോലെ ഇവിടെ എന്തിനാണ്? എണ്ണം പറയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ മഫ്ഊൽ മുത്തലഖ് ഉപയോഗിക്കുന്നതിന്റെ മറ്റൊരു ആവശ്യം എന്താണ്? എണ്ണം പറയുന്നതിന് വേണ്ടിയാണ്. ഖറഅതു ദർസൽ ജദീദ ഖിറാഅത്തൈനി യൗമൽ അർബിഅ. അർബിഅ എന്താണ്? ബുധനാഴ്ച. എന്താഴ്ച? ബുധനാഴ്ച. ബുധനാഴ്ച. എങ്ങനെ കണ്ടുപിടിക്കാൻ? പെട്ടെന്ന് ചിന്തിക്കണം. യൗമുൽ അഹദ് എന്നാ? ഞായർ. യൗമുൽ അഹദ് ഞായർ. സൺഡേ മുതലാണ് എണ്ണം തുടങ്ങുന്നത്. കാരണം ശനിയാഴ്ചക്ക് യൗമുൽ സബത്ത് എന്നാ പറയും, വെള്ളിയാഴ്ചക്ക് യൗമുൽ ജുമ എന്ന് പറയും, വ്യാഴം യൗമുൽ ഖമീസ്. യൗമുൽ ഖമീസ്. അപ്പൊ യൗമുൽ ഖമീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ചാമത്തെയാണ് ഖമീസ്. അപ്പൊ ജുമ വെള്ളി, ഖമീസ് വ്യാഴം, അതിന്റെ മുമ്പത്തുള്ളതാണ് അർബിഅ. സബത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ വേറെ? അവരെ സബത്ത് എന്ന് പറഞ്ഞാൽ അതും ആ പ്രവൃത്തിയുമായിട്ട് മാത്രം ബന്ധപ്പെട്ട, പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് യോമ സബത്ത് എന്ന് പറയുന്നത്. സാബത്ത് നാളെന്ന് പറയുന്നത്. അങ്ങനെ അർത്ഥമുണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ യൗമ സബത്തിഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് സാബത്ത് ആചരിച്ചിരുന്ന ദിവസം എന്നാണ് അതിന് അർത്ഥം. അതിന് വേറെ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായിരുന്നാലും അത് അറബി ഭാഷയല്ലല്ലോ. അറബി ഭാഷയല്ല. പിന്നീട് അങ്ങനെ ഉപയോഗിച്ചു വന്നതാണ് സബത്ത്. അവിടെ സബത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് അതെന്താണ്? ഇസ്ലാമിന്റെ ഒരു ആരാധനപ്പെട്ടതാണല്ലോ. മുസ്ലിങ്ങൾ ആയിരുന്ന സന്ദർഭത്തിലാണല്ലോ അത് ഉപയോഗിച്ചിരുന്നത്. മുസ്ലിം ഇസ്ലാമിയുടെ ശരീഅത്തിൽപ്പെട്ടതാണ്. പ്രവാചകൻ ദീനൊന്നാണെങ്കിലും ശരീഅത്ത് വ്യത്യസ്തമായിരിക്കും. നടപടിക്രമങ്ങൾ ദീനൊന്നായിരിക്കും. തൗഹീദ് പോലെ തന്നെ ദീൻ ഒന്നായിരിക്കും. അതേസമയം ആ ദീനിന്റെ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ വ്യത്യസ്തമായിരുന്നു. അപ്പൊ ആ ദിവസം എന്താണ്? മതത്തിന്റെ ഭാഗമായിരുന്നു. അതിന് യൗമു സബത്ത് എന്നാണ് പേര് കൊടുത്തത്. ഭാഷ എന്തായിരുന്നത്? ഇബ്രാഹിം എന്നൊക്കെ പറയുന്നതും മൂസ എന്ന് പറയുന്നതൊന്നും അറബി ഭാഷയല്ല. അപ്പൊ പിന്നീട് എന്തായി? ആ സബത്ത് എന്നത് അത് അങ്ങനെ തന്നെ നിലനിന്നു. യൗമുൽ ജുമ അവരും അതുപോലെ എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട്. യൗമുൽ ജുമ എല്ലാവരും ഉപയോഗിക്കുന്നു. ആദം അവയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ആമീൻ അവരെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ എന്താകും, ഈ ഭാഷകളുടെ ഉത്ഭവം അടിസ്ഥാനം ഒക്കെ ഒന്ന് ആണല്ലോ. ആദ്യം അവസാനം ചെന്നെത്തുക, അതിന്റെ പിന്നിലേക്ക് ചെന്നെത്തുക. അവിടെ നിന്റെ യോജിപ്പും വിയോജിപ്പൊക്കെ വന്നിട്ടുണ്ടാകാം, പിരിവൊക്കെ വന്നിട്ടുണ്ടാകാം. എന്തായിരുന്നാലും അത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അല്പസ്വല്പ സ്വര വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഇലാഹ് എന്ന് പറഞ്ഞ എന്താ? അവർ ഇലാഹീം എന്ന്, ഇലാഹീം എന്നാണ് പറയുന്നത്. ഇലാഹിന് അപ്പൊ എന്തായി? ബുധനാഴ്ച ഞാൻ എന്ത് ചെയ്തിരുന്നു? 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഖിറാഅത്ത് എന്ന് പറയുന്നത് മഫ്ഊൽ മുത്ലഖാണ്. ആ മുത്ലഖ് ഉപയോഗിച്ചത് അതിന്റെ എണ്ണം പറയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എണ്ണം പറയുന്നതിന് വേണ്ടി അതിന്റെ മഫ്ഊൽ മുത്ലഖ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മഫ്ഊൽ മുത്ലഖിന്റെ ദ്വിവചനം തന്നെ ഉപയോഗിച്ചു.
ഖിറാഅത്തൈൻ. ഖിറാഅത്തൻ ഇസ്നൈനി എന്ന് പറയാൻ പറ്റില്ല. ഖിറാഅത്തൻ ഇസ്നൈനി എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഒരു വായനയാണെങ്കിൽ ഖിറാഅത്തൻ വാഹിദത്തൻ എന്ന് പറയാം. രണ്ടാണെങ്കിൽ ഖിറാഅത്തൈനി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഇഹ്തമംതു ഫിൽ ഖിറാഅത്തി في القراءة الأولى بالإعراب وفي أثناء القراءة الثانية شرحت لكما المفردات الجديدة شرحا وجيزا. وقبل أن نشرح لكم الدرس شرحا مفصلا أريد أن نسمع منكم الآيات الواردة في هذه الدرس فهاتوها. أوكي. നേരത്തെ നമ്മളേതാ പേജ് നോക്കിയത്? അപ്പൊ എന്ത് ചെയ്തു? ഇഹ്തമംതു ഹമ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഹമ്മ ഹമ്മ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു. ഹമ്മ ഉദ്ദേശിച്ചു. ഇഹ്തമ്മ ഇഹ്തമ്മ എന്ന് പറയുമ്പോൾ പേ അറ്റൻഷൻ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പേ അറ്റൻഷൻ, ഞാൻ ഫോക്കസ് ചെയ്തു. ഇഹ്തമംതു ഫിൽ ഖിറാഅത്തി അൽ ഊല, ഞാൻ ഒന്നാമത്തെ വായനയിൽ ഫോക്കസ് ചെയ്തത്. അൽ ഖിറാഅത്തുൽ ഊല, ഒന്നാമത്തെ വായനയിൽ ഞാൻ ഫോക്കസ് ചെയ്തത് ബിൽ ഇഅറാബ്, ഇഅറാബിലായിരുന്നു. ഇഅറാബ് അറിയാമല്ലോ, അറബീകരണം എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. കാരണം അറബിയിൽ അവസാനത്തെ അടയാളങ്ങൾ മാറി വരുന്നത് കൊണ്ടാണ് അറബി എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അന്ത്യത്തിലുള്ള അടയാളങ്ങളെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്, ഇഅറാബ്. വഫി അസ്നാഇൽ ഖിറാഅത്തി, നമ്മള് ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഹർക്കത്ത് എന്ന് പറയും. പിന്നെ ഹർക്കത്തിന് അറബികൾ സാധാരണ ഉപയോഗിക്കല് തഷ്കീൽ എന്നാണ്, അടയാളം കൊടുക്കൽ എന്നാണ്. ശരിക്കും ഇഅറാബ് എന്ന് പറയുമ്പോൾ ഒരു വാക്കിന്റെ അവസാനം അടയാളം മാറി വരുന്ന അതിന്റെ അടിസ്ഥാനം, മാറി വരുന്ന അടയാളങ്ങളും അതിന്റെ അടിസ്ഥാനവും അത് പറയുന്നതിനാണ് ഇഅറാബ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇഅറാബിനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അന്ത്യത്തിലുള്ള അടയാളങ്ങളുടെ മാറ്റം, അതായിരുന്നു ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത് ആദ്യത്തെ വായന. വഫി അസ്നാഇൽ ഖിറാഅത്തി സാനിയത്തി, സെക്കൻഡ് റീഡിങ്ങിൽ, രണ്ടാമത്തെ വായനയിൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? അസ്ന മീൻസ് ഇൻ ബിറ്റ്വീൻ, ഡ്യൂറിങ് എന്നാണ് കേട്ടോ. ആ സമയത്ത് ഫി അസ്നാഇൽ ഖിറാഅത്തി, ഖിറാഅത്തിനിടയിൽ, മലയാളത്തിൽ പറയുമ്പോൾ ഇടയിൽ എന്ന് പറയാൻ പറ്റും. സെക്കൻഡ് ആയിട്ട് ബന്ധമില്ല, സെക്കൻഡ് അല്ല, ഇസ്ന അല്ല. അസ്ന എന്ന് പറഞ്ഞാൽ ഡ്യൂറിങ്, അതിനിടയിൽ അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ എന്നാണ്. അസ്ന സഫർ എന്ന് പറഞ്ഞാൽ യാത്ര, ഡ്യൂറിങ് ദ ട്രിപ്പ്. ആ സന്ദർഭത്തിൽ അസ്ന സഫർ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അസ്ന എന്താ പറയാ, അവിടെ താമസിക്കുന്ന സമയത്തിനൊക്കെ പറയും അസ്ന. ഖിറാഅത്ത് സാനിയത്തി,
രണ്ടാമത്തെ വായനയിൽ അല്ലെങ്കിൽ വായനയ്ക്കിടയിൽ, വായനയുടെ സന്ദർഭത്തിൽ ഷറഹത്തു, ഷറഹ എന്താണ്? അലം നഷ്റഹ ലക സദ്റക്, ഷറഹ യഷ്റഹു, വിശാലമാക്കി എന്നാണ് അർത്ഥം. ഇവിടെ എന്താണ്? എക്സ്പ്ലെയിൻ. വഫി അസ്നാഇൽ ഖിറാഅത്തി സാനിയത്തി, രണ്ടാമത്തെ വായനയ്ക്കിടയിൽ ഷറഹത്തു, ഞാൻ വിശദീകരിച്ചു, ഷറഹത്തു ലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നു, അൽ മുഫ്രദാത്ത്, മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കുകൾ. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം. മുഫ്രദ് ഏകവചനം എന്ന് പറയുന്നത് എന്താണ്? അത് ഗ്രമറ്റിക്കൽ യൂസേജ് ആണ്. ഇവിടെ മുഫ്രദാത്ത് എന്ന് പറയുമ്പോൾ അത് ഗ്രമറ്റിക്കൽ വിട്ടിട്ട് ഭാഷാർത്ഥത്തിലേക്ക് പോവുകയാണ്. മുഫ്രദാത്ത് എന്ന് പറഞ്ഞാൽ പദങ്ങൾ, ഒറ്റ വാക്കുകൾ. അൽ മുഫ്രദാത്തുൽ ജദീദ, പുതിയ പദങ്ങൾ. അൽ മുഫ്രദാത്തുൽ ജദീദ, പുതിയ പദങ്ങൾ. മുഫ്രദാത്ത് പുല്ലിംഗ, സ്ത്രീലിംഗ ബഹുവചനം, അതിനെ സ്ത്രീലിംഗ ഏകവചനം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു, അൽ ജദീദത്ത്. അൽ മുഫ്രദാത്തിന് കെസ്റാണ്, ജദീദത്തിന് ഫതഹാണ്. കാരണം എന്താണ്? ഷറഹത്തുവിന്റെ മഫ്ഊലും ബിഹിയാണ് മുഫ്രദാത്ത്. അത് സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട് കെസ്റത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്യുക. ജദീദത്ത് ഫതഹത്ത് കൊണ്ട് തന്നെ നസ്ബ് ചെയ്തിരിക്കുകയാണ്. മുഫ്രദാത്തിന്റെ വിശേഷണമാണ് ജദീദത്ത്. ഷറഹൻ വജീസൻ, ഷറഹൻ വജീസൻ. അപ്പൊ എന്താണ്? ഷറഹത്തു എന്നതിന്റെ ക്രിയാധാതുവായ ഷറഹാണ് ഉപയോഗിച്ചിരിക്കുന്നത് മഫ്ഊൽ മുത്ലഖായിട്ട്. എന്തിനാണ്? എങ്ങനെയുള്ള വിശദീകരണമാണ് എന്ന് പറയാൻ വേണ്ടി. വജീസ് എന്ന് പറഞ്ഞാൽ ലഘുവായ, ലഘുവായ, സ്ലൈറ്റ്. ഒന്നായിട്ട് വരുമ്പോൾ ഇതിന്റെ ഈ സെന്റൻസിന്റെ അർത്ഥം വരുമ്പോൾ വഫി അസ്നാഇൽ ഖിറാഅത്തി സാനിയത്തി, രണ്ടാമത്തെ വായനയ്ക്കിടയിൽ ഷറഹത്ത് ലക്കുമുൽ മുഫ്രദാത്തുൽ ജദീദത്ത ഷറഹൻ വജീസൻ, ഞാൻ നിങ്ങൾക്ക് ഒറ്റ വാക്കുകൾ ലഘുവായി വിശദീകരിച്ചു തന്നു. ഓക്കെ. പിന്നെ അതിനുള്ള നമ്മുടെ പാഠത്തിന്റെ ലക്ഷ്യം കൂടെ നോക്കണം. കൺസെപ്റ്റ് ഓഫ് ദ ലെസൺ. ലെസന്റെ കൺസെപ്റ്റിൽ പെട്ടതാണ് എന്ത്? മഫ്ഊൽ മുത്ലഖ്, അഥവാ ക്രിയയുടെ ക്രിയാധാതു ഉപയോഗിച്ചിട്ടുള്ളത് എന്തിന് എന്ന് നോക്കുക. ഷറഹത്തു എന്നതിന്റെ ക്രിയാധാതുവാണ് ഷറഹ്. അപ്പൊ ആ ഷറഹ് ഉപയോഗിച്ചത് അതിന്റെ എങ്ങനെയുള്ള വ്യാഖ്യാനം, എങ്ങനെയുള്ള വിശദീകരണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അതാണ് ഷറഹൻ വജീസൻ, ലഘുവായ വിശദീകരണം. وقبل أن نشرح لكم الدرس شرحا مفصلا, وقبل أن أشرح لكم. അപ്പൊ അൻ അഷ്റഹ എന്ന് പറഞ്ഞത് മുമ്പ് നമ്മൾ പഠിച്ചു അല്ലെ? അൻ അഷ്റഹ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അവിടെ ക്രിയാധാതുവിന്റെ മീനിങ് ആണ്. അപ്പൊ ഷറഹ് കബല ഷർഹി, ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ്, ലക്കും അദ്ദർസ, ഞാൻ നിങ്ങൾക്ക് പാഠം വിശദീകരിക്കുന്നതിന് മുമ്പ്. എങ്ങനെയുള്ള വിശദീകരണം? ഷറഹൻ മുഫസ്സലൻ. അപ്പൊ വീണ്ടും അഷറഹയുടെ ക്രിയാധാതുവായ ഷർഹ് ഉപയോഗിച്ചു. ഇതിനു വേണ്ടി? അതിന്റെ വിശദീകരണം പറയുന്നതിന് വേണ്ടി, എങ്ങനെയുള്ള എന്ന് പറയുന്നതിന് വേണ്ടി. ഇങ്ങനെയുള്ളതാണ് മുഫസ്സലൻ. മുഫസ്സൽ എന്ന് പറഞ്ഞാൽ വിശദമായ. മലയാളത്തിൽ പറഞ്ഞാൽ കീറി മുറിച്ചുള്ള. ക്ലാസിന്റെ ഫസൽ തന്നെയാണ്. അത് തന്നെ, ക്ലാസിഫിക്കേഷൻ തന്നെ. മുറിച്ചു. ഫസൽ എന്ന് പറഞ്ഞാൽ ഖണ്ഡിക, ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് പറയുന്നത് മലയാളത്തിൽ പറയും കീറി മുറിച്ച്. അതെ. ഇപ്പൊ ഷറഹൻ മുഫസ്സലൻ
വിശദമായിട്ടുള്ള നമ്മൾ ഹംദൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് തഫ്സീലല്ലി കുല്ലി ഷൈ എന്ന് പറയില്ലേ, ബിയാനും തഫ്സീലല്ലി കുല്ലി ഷൈ. അപ്പൊ ഫസ്സല യുഫസ്സിലുവിന്റെ ക്രിയാധാതുവാണ് തഫ്സീല്. ഇവിടെ ഷറഹ് എന്ന അഷറഹയുടെ ക്രിയാധാതുവായ ഷറഹിന്റെ വിശദീകരണം പറയാൻ വേണ്ടിയാണ് മുഫസ്സൽ ഉപയോഗിച്ചത്. വിശദമായ വിശദീകരണം, എക്സ്പ്ലനേഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുന്നതിന് മുമ്പ് ഉരീദു അൻ അസ്മഅ മിൻകും, നിങ്ങളിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അൽ ആയാത്തിൽ വാരിദത ഫീ ഹാദ ദർസി ഫഹാതുഹ, കൊണ്ടുവരൂ, അത് നിങ്ങൾ പറയൂ. അപ്പൊ ആയാത്ത്, ഉരീദു അൻ അസ്മഅ മിൻകും അൽ ആയാത്തിൽ വാരിദത, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്ന് പറഞ്ഞ അതിന്റെ ആയാത്തിന് കെസവും വാരിദത്തിന് ഫത്ഹും വരാൻ കാര്യം എന്താണെന്ന്? ഇവിടെ മുകളിൽ പറഞ്ഞല്ലോ മുഫ്രദാത്ത് അൽ ജദീദത്ത് എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ആയാത്തിൽ വാരിദത്ത്. ആയാത്ത് എന്താണ്? അസ്മഅയുടെ മഫ്ഊൽ ബിഹിയാണ്. ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നു. എന്ത് കേൾക്കാൻ ഉദ്ദേശിക്കുന്നു? ആയാത്ത്. അപ്പോ മഫ്ഊൽ ബിഹി മൻസൂബാണ്, സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട് കസ്റത്ത് കൊണ്ടാണ് അതിനെ അടയാളപ്പെടുന്നത്. ആയാത്ത് മൻസൂബായ ആയാത്തിന്റെ വിശേഷണമാണ് വാരിദത്ത്. അതുകൊണ്ട് അതിന് ഫത്ഹത്ത് കൊണ്ട് തന്നെ നസ്ബ് ചെയ്തു. അതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഈ ആയത്തായിരുന്നെങ്കിൽ, സിംഗുലർ ആയിരുന്നെങ്കിൽ മിൻകുമുൽ ആയത്താന്നല്ല പറയേണ്ടിയിരുന്നത്. ആയത്താന്ന് പറയും. അസ്മാ മിൻകും ആയത്തൽ വാരിദത്ത എന്ന് പറയാം. അസ്മാ മിൻകുമുൽ ആയത്തൽ വാരിദത്ത എന്ന് പറയാം. ഫീ ഹാദ ദർസി ഫഹാതുഹ, അപ്പോൾ അത് കൊണ്ടുവരൂ. ഹാമിദ് വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. ഹാമിദ് ഒരായത്ത് കൊണ്ടുവന്നു. കല്ലമ അല്ലാഹു മൂസ തക്ലീമ, അപ്പോ അള്ളാഹ് മൂസയോട് സംസാരിച്ചു. അപ്പൊ അതിന്റെ മഫ്ഊൽ മുത്ലഖാണ് എന്ത്? തക്ലീമൻ. എന്തായിരിക്കും അവിടെ? കലാമെന്നുള്ളതല്ലേ, ഈ കലാം അല്ലേ അതിന്റെ? കലാമാണ്, പക്ഷെ കല്ലമ എന്ന് പറഞ്ഞാൽ സംസാരിച്ചു. സംഭാഷണം, കലാമ് വചനം, സംഭാഷണം. ഓക്കെ. കല്ലമല്ലാഹുൽ മൂസ തക്ലീമൊക്കെ സംസാരിച്ചു. തക്ലീമൻ, കല്ലമയുടെ ക്രിയാധാതു, സബ്ബഹയുടെ ക്രിയാധാതു തസ്ബീഹ് എന്നല്ലേ വരിക. കല്ലമ തക്ലീമാണ്. കലാമിനെ കുറിച്ച് ഈ പാഠത്തിൽ പിന്നെ പറയുന്നുണ്ട് കേട്ടോ. കലാമിനെ കുറിച്ച് ഈ പാഠത്തിൽ പിന്നീട് പറയുന്നുണ്ട്. അത് നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താണ്? കല്ലമയുടെ ക്രിയാധാതു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്രിയാധാതു ആണ് വേണ്ടത് ഇപ്പോൾ മഫ്ഊൽ മുത്ലഖായിട്ട് വരുമ്പോൾ. വറത്തിലിൽ ഖുർആന തർത്തീല, നമ്മളെന്താ അർത്ഥം പറയല്? റത്തിൽ ഖുർആന തർത്തീല എന്ന് പറയുമ്പോൾ, കാരണം നമ്മൾ റത്തിലിന് നമുക്ക് മലയാളത്തിൽ ഒരു വാക്കില്ല. നമ്മൾ വായിക്കുക എന്നാണ് പറയുന്നത്, പാരായണം ചെയ്യുക എന്നാണ് പറയുന്നത്. തർത്തീല എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയുള്ള പാരായണം എന്ന് പറയാൻ വേണ്ടി തർത്തീൽ എന്ന് പറയും. അപ്പൊ പിന്നെ തർത്തിൽ പാരായണത്തിന് ഒരു വാക്ക് മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കതിന്റെ എങ്ങനെയുള്ള വായന എന്ന് പറയാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? തർത്തീലിന് 2 താ ഉള്ളതുകൊണ്ട് മലയാളത്തിൽ 2 താ ഉള്ള ഒരു വാക്കങ്ങ് പറയും. നിർത്തി. പാരായണം ചെയ്യുന്നതിന്റെ തീവ്രത, ഇന്റൻസിറ്റി പറയാൻ വേണ്ടിയാണ് തർത്തീൽ ഉപയോഗിച്ചത്. ഈ വാക്ക് തന്നെ പറഞ്ഞെങ്കിൽ മാത്രമേ അതെന്താണെന്ന് നമുക്ക് ഗ്രഹിക്കുകയുള്ളൂ. അപ്പൊ വായന എങ്ങനെ വായിക്കണം, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ച് വായിക്കണം എന്നുള്ളതിന്റെ ഒരു പ്രയോഗമാണത്. റത്തിലുൽ ഖുർആന തർത്തീല.
അപ്പൊ ചിന്തിക്കുമ്പോൾ മലയാളത്തിലേക്ക് പറഞ്ഞാൽ നിർത്തി നിർത്തി വായിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് നിർത്തി നിർത്തി ഗ്രഹിച്ച് ചിന്തിച്ച് വായിക്കണമെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടായിരിക്കണം പരിഭാഷയിലൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മളെങ്കിലും ഇനി വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് ഇതിന്റെ തീവ്രത അല്ലെങ്കിൽ ഖുർആന്റെ ശരിക്കുള്ള ഭാഷ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ റത്തിലിന്റെ ഒന്നായിട്ടുള്ള അർത്ഥം പറയുമ്പോൾ നിർത്തി നിർത്തി മലയാളത്തിൽ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഖുർആൻ നിർത്തി നിർത്തി പാരായണം ചെയ്യുക, ഗ്രഹിച്ച് ചിന്തിച്ച് പാരായണം ചെയ്യേണ്ട വിധം പാരായണം ചെയ്യുക എന്നേ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റൂ. റത്തല എന്നുള്ള വാക്കിന് പാരായണം ചെയ്തു എന്ന് മാത്രമേ മലയാളത്തിൽ വാക്കുള്ളൂ, വേറെ ഒന്നും വാക്ക് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ശ്രദ്ധിച്ച് ഗ്രഹിച്ച് പാരായണം ചെയ്യുക, പാരായണം ചെയ്യേണ്ട രീതിയിൽ പാരായണം ചെയ്യുക. അത് വേറൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. റത്തിൽ ഖുർആനെ തർത്തീല എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമാണ് അവിടെ ഉള്ളത്. അല്ലദീന ആതൈനാഹുൽ കിതാബ നാം ഗ്രന്ഥം നൽകിയവർ യത്ലൂനഹു അതിനെ വായിക്കുന്നു, ഹഖ്ക തിലാവതിഹി പാരായണത്തിന്റെ ഹക്ക് അനുസരിച്ച്, ന്യായമനുസരിച്ച്, നീതി അനുസരിച്ച്. ഖുർആനോട് പാരായണത്തോട് നീതി പുലർത്തിക്കൊണ്ട് വായിക്കുന്നു. പാരായണത്തോട് നീതി പുലർത്തണമെങ്കിൽ ഗ്രഹിക്കാതെ പാരായണം നടക്കില്ലല്ലോ. ഇപ്പൊ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്ത തരത്തിലേക്ക് പോകണം, ചിന്തിക്കുകയും വേണം. ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് റത്തിൽ ഖുർആന. അപ്പൊ എന്ത് പറഞ്ഞു? അതിന് തർത്തീൽ എന്ന ക്രിയാധാതു ഉപയോഗിച്ചു, അതിന്റെ ഇന്റൻസിറ്റി ബോധ്യപ്പെടുന്നതിന്. കല്ലമല്ലാഹു മൂസ തക്ലീമ പറഞ്ഞപ്പോഴും ആ സംഭാഷണത്തിന്റെ ഇന്റൻസിറ്റി പറയുന്നതിന് വേണ്ടി. അലിയ്യൻ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. നമുക്ക് മലയാളത്തിൽ ഒന്നും അർത്ഥം പറയാൻ പറ്റില്ല. ഇത് പണ്ടുള്ള ഒരു അർത്ഥം പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സംശയിക്കേണ്ടത്. ഇന്നല്ലാഹു വമലായികതഹു, അള്ളയും മലക്കുകളും യുസല്ലൂന ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, അലൻ നബിയ്യി റസൂലിന് വേണ്ടി. അപ്പൊ സ്വല്ല അല എന്ന് പറഞ്ഞാല് പ്രാർത്ഥിച്ചു, സ്വല്ലി ലി എന്ന് പറഞ്ഞാല് നമസ്കരിച്ചു. നിയ്യത്ത് പറഞ്ഞു കൊടുക്കുമല്ലോ, നമസ്കരിക്കുമ്പോ നിയ്യത്ത് പറഞ്ഞു കൊടുക്കും. നിയ്യത്ത് പറയുമ്പോ മുസല്ലി ഫർള ളുഹ്റ ലില്ലാഹി എന്ന് പറയാ, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കും. അതേപോലെ മയ്യത്ത് നമസ്കരിക്കാൻ പറയുമ്പോഴത്തേക്ക് ഗൾഫിലൊക്കെ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് എന്താ പറയല്? അസ്വലാത്തു അലൽ മയ്യിത്ത് എന്ന് പറയും. പേരൊന്നും പ്രസക്തമല്ല. നാളെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യിത്ത്, അസ്വലാത്തു അലൽ മയ്യിത്ത്. ഓ രണ്ടാണെങ്കിൽ മയ്യിത്തൈൻ എന്ന് പറയും, രണ്ടിൽ കൂടുതലാണെങ്കിൽ എന്ത് പറയും? അസ്വലാത്തു അലൽ അംവാത്ത്. അവിടെ ഹറമിലൊക്കെ നമസ്കരിക്കുമ്പം മിക്കവാറും രണ്ടിലധികം ആൾക്കാരാണ്. ഞാൻ പറഞ്ഞെല്ലാം അംവാത്ത് എന്നാണ് കേട്ടിട്ടുള്ളത്. അസ്വലാത്തു അലൽ അംവാത്ത്, മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പൊ ഇന്നല്ലാഹ വമലായികതഹു, അള്ളയും മലക്കുകളും യുസല്ലൂന അലൻ നബിയ്യി, നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലു അലൈഹി, നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വസല്ലിമു, രക്ഷ തേടുക. സല്ലമ, സലാം പറയുക. സല്ലമ എന്ന് പറഞ്ഞാൽ സലാം പറയുക. എങ്ങനെ സലാം പറയണം? സലാം പറയുക എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും, താങ്കൾക്ക് രക്ഷയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുക. അപ്പം എന്താണ്? സല്ലമയുടെ ക്രിയാധാതു ഉപയോഗിച്ചു തസ്ലീം. സബ്ബഹ ക്രിയാധാതു തസ്ബീഹ് പറഞ്ഞ പോലെ സല്ലമ തസ്ലീം.
നല്ല രക്ഷ ഉണ്ടാകട്ടെ. അപ്പൊ അവിടെയും ഇന്റൻസിറ്റി പറയുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്, തീവ്രത പറയുന്നതിന് വേണ്ടിയാണ് ക്രിയാധാതുവായി മഫ്ഊൽ മുത്ലഖായിട്ട് ക്രിയാധാതു ഉപയോഗിച്ചത്. ഉസാമ. അപ്പൊ അലി ഒരായത്ത് പറഞ്ഞു, ഉസാമ അടുത്ത ആയത്ത് പറയാം. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബ. ഏത് സൂറത്തിലാ പഠിച്ചത് നമ്മള്? സൂറത്തു അബസ്. ഫൽയൻദുറിൽ ഇൻസാൻ, മനുഷ്യൻ നോക്കട്ടെ, ഇലാ തആമിഹി, അവന്റെ ഫുഡിലേക്ക്, ആഹാരത്തിലേക്ക്. അന്നാ സബബ്നൽ മാഅ, തീർച്ചയായും നാം എന്ത് ചെയ്തു, സ്വബബിന എന്ന് പറഞ്ഞാൽ സ്വബ, ചൊരിഞ്ഞു, കുത്തി ഒലിപ്പിച്ചു, ശക്തിയായി ഒഴിച്ചു. സ്വബബിനൽ മാഅ, വെള്ളത്തെ ശക്തിയായി ഒഴിച്ചു. സ്വബൻ, ഒരു ശക്തിയായി ഒഴിക്കൽ. അപ്പൊ നമ്മൾ ഈ ഒരു ശക്തിയായി ഒഴിക്കൽ എന്നൊക്കെ പറയുമല്ലോ, ശരിക്കും എന്തല്ല, പ്രോപ്പർ ട്രാൻസ്ലേഷൻ ഒന്നും അല്ല. അതിന് സ്വബബിനൽ മാഅ സ്വബൻ അറബി തന്നെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന്റെ തീവ്രത മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞത് പരിഭാഷപ്പെടുത്തല്ല എന്ന് പറഞ്ഞതല്ല. പരിഭാഷ എന്താണ്, അതിന്റെ ലിമിറ്റേഷൻ ആണ്. ലിമിറ്റഡ് സംഗതി മാത്രമേ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഒരു പ്രാഥമികമായ അറിവ് മാത്രമേ പരിഭാഷ കൊണ്ട് അറിയാൻ പറ്റൂ. അതിന്റെ ശരിക്കുള്ള അറിവ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ഭാഷ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോ സ്വബബിനൽ മാഅ സ്വബൻ, അപ്പോ മഴ കോരിച്ചൊരിഞ്ഞതിന്റെ തീവ്രത പറയുന്നതിന് വേണ്ടിയാണ് സ്വബൻ എന്ന ക്രിയാധാതു മഫ്ഊൽ മുത്ലഖായിട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ സുമ്മ ശഖഖ്നൽ അർള ശഖ്ഖൻ, സുമ്മ ശഖഖ്നൽ അർള, അതിന്റെ മാളി എന്തായിരിക്കും? ശഖഖ്നയുടെ ഒന്നാമത്തെ രൂപം ശഖ്ഖ യശുഖു. അപ്പോ നാം പിളർത്തി അല്ലാറുള്ള ഭൂമിയെ ശക്കൻ, നന്നായി പിളർത്തി, നന്നായി പിളർത്തി. അപ്പൊ അതാണ് അതിന്റെ രീതിയും ഇന്റൻസിറ്റിയും പറയുന്നതിന് വേണ്ടിയാണ് ക്രിയാധാതു ഉപയോഗിച്ചത്. ഇനി നമ്മളെ ഖുർആൻ വായിക്കുമ്പോൾ വളരെ നന്നായി ശ്രദ്ധിച്ച് വായിക്കണം. അവിടെയൊക്കെ ക്രിയാധാതു, ക്രിയയും പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ ക്രിയാധാതുവും പറഞ്ഞിട്ടുണ്ടാവുമെങ്കിൽ അതെന്തിനു ഉപയോഗിച്ചു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമേ അതിന്റെ ആയത്തിന്റെ ആശയം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. അതിന്റെ രീതി ശൈലി പറയാൻ വേണ്ടിയാണോ, അതിന്റെ ഇന്റൻസിറ്റി പറയാൻ വേണ്ടിയാണോ, അതല്ല അതിന്റെ എണ്ണം പറയാൻ വേണ്ടിയാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. അൽ ഹാരിസ്, അടുത്ത സ്റ്റുഡന്റ് ഹാരിസ് പറയാണ്, يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله, നിങ്ങൾ അല്ലാഹയെ സൂക്ഷിക്കുക. وقولوا قولا سديدا, وقولوا നിങ്ങൾ പറയുക. വഖൂലു എന്നതിന്റെ ക്രിയാധാതുവായ ഖൗല് എന്ത് ചെയ്തിട്ടുണ്ട്, മഫ്ഊൽ മുത്ലഖായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനാണ് അത് എങ്ങനെയുള്ള ഖൗലാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. സദീദായ, നേരായ, സ്ട്രൈറ്റ് ഫോർവേഡായ ഖൗല് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഖൗല്. എങ്ങനെയുള്ള ഖൗല് പറയണം, അതിനാണ് ക്രിയാധാതു ഉപയോഗിച്ചത്. എങ്കിൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങൾ നേര് പറഞ്ഞാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അതെന്ത് ചെയ്യും, അവൻ നന്നാക്കും, റെക്ടിഫൈ ചെയ്യും, നന്നാക്കും. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അവൻ നന്നാക്കും. അതിന്റെ മാളി സ്വലഹ നന്നായി, അസ്ലഹ നന്നാക്കി, സ്വലഹ നന്നായി അല്ലെങ്കിൽ നല്ലത് ചെയ്തു, അസ്ലഹ നന്നാക്കി.
ഇസ്ലാഹ് സയ്യാറ എന്നാണ് പറയുക. കാർ റിപ്പയർ, മെയിൻ്റനൻസ്. അല്ലെങ്കിൽ തസ്ലീഹ് എന്ന് പറയും. സല്ലഹ യുസല്ലഹു തസ്ലീഹ്, നന്നാക്കൽ. അപ്പൊ യുസ്ലിഹക്കും അമാലക്കും വൈ. അപ്പൊ യുസ്ലിഹിന്റെ സുക്കൂൻ വരാൻ കാര്യം എന്താ? ജസ്മി ചെയ്തിട്ടെന്താ കാര്യം? എന്താണ്? ഇത്തഖൂ എന്ന അമ്രിന്റെ ജവാബാണ്. എന്നുള്ള അമ്രല്ലേ ഏത്? യുസ്ലിഹ്, നന്നാക്കുക. യുസ്ലിഹ് അമ്രാണോ? അല്ലേ, നന്നാക്കുക എന്നുള്ളതല്ലേ? അതെ, യുസ്ലിഹ് അവിടെ എന്താണ്? ജസ്മാണ്, സുക്കൂനാണ് കിടക്കുന്നത് കേട്ടോ, ലമ്മല്ല. അതെ അതെ അതെ. അപ്പൊ എന്താ സുക്കൂൻ വരാൻ കാര്യം എന്നാ ചോദിച്ചത്? അമ്രായിട്ടല്ലേ? ഏതമ്ര? ഏതമ്രാണ്? അവിടെ അമ്രുള്ളത് തഖൂണ്ട് വഖൂലും. ഇത്തഖൂമുണ്ട്, കൂലുമുണ്ട്. അങ്ങനെ നിങ്ങൾ അള്ളയെ സൂക്ഷിക്കുക, പറയുക, കൗലൻ സദീദൻ, പറയുക. അപ്പൊ ആ അമ്രിന്റെ ജവാബാണ് എന്ത്? യുസ്ലിഹ്. ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും. നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചോണ്ടല്ലോ അമ്രിന്റെ ജവാബ് വരുമെന്ന്. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ. അപ്പൊ വാവ് കൊണ്ട് മറ്റേതിനോട് ബന്ധപ്പെടുത്തിയാണ്. അപ്പൊ യുസ്ലിഹിന്റെ അതേ അടയാളം യഗ്ഫിറിനും പറ്റും. സുക്കൂനാണ്, ജസ്മി ചെയ്തിരിക്കുകയാണ്. വയഗ്ഫിർ ലക്കും, അവൻ നിങ്ങൾക്ക് പുറത്തു തരും. ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ഏതെങ്കിലും ഒരുത്തൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ യുതിഇല്ലാഹ എന്ന ഐനിന് എന്താ, യുതി എന്ന വാക്കിന് എന്താ, എന്തുകൊണ്ടാ കസ്റ വന്നു? പേരിന്റെ അവസാനം കസ്റ വരൂല്ലെന്നാണ് നിയമം. പേരിന്റെ അവസാനം കസ്റ വരില്ല, ഇസ്മിന്റെ അവസാനം സുക്കൂൻ വരില്ല. എന്താ പേരിന്റെ അവസാനം കസ്റ വന്നത്? അതാഅ യുതീഉ. അതാഅ യുതീഉവിന്റെ ഇടയിലുള്ള യാ പോയി. എന്തുകൊണ്ട്? മൻ വന്നു, കണ്ടീഷണൽ മൻ. കണ്ടീഷണൽ മൻ വന്നാൽ എന്ത് ചെയ്യും? ശേഷമുള്ളതിന് ജസ്മി ചെയ്യും. ജസ്മി ചെയ്തപ്പോ എന്തായി? യുതീഉ എന്നുള്ളത് യുത്യ എന്നായി. യുത്യ അതിന് സുക്കൂനായി. പിന്നെന്ത് വന്നു? അള്ളാഹ് എന്ന ലഫ്ലുൽ ജലാലത്തിൽ ചേർന്ന് വന്നപ്പോൾ അവിടെ എന്താണ്? ഹംസത്തുൽ വസ്ലാണ്, അലിഫ് ചേർന്ന് വന്നപ്പോ എന്തായി? രണ്ട് സുക്കൂൻ വന്നപ്പോ ആദ്യത്തെ സുക്കൂൻ കളഞ്ഞു. ആദ്യത്തെ സുക്കൂൻ കളഞ്ഞാൽ, ആദ്യത്തിന്റെ സുക്കൂൻ കളഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും? അതിന് കെസ് കൊടുക്കണം. സുക്കൂൻ മാറ്റി കെസ് കൊടുക്കും. ക്രിയയുടെ സുക്കൂൻ മാറ്റിയാൽ കെസ്സാണ് കൊടുക്കുക. ക്രിയകളുടെ സുക്കൂൻ മാറ്റിയാൽ കെസ്സാണ് കൊടുക്കുക. അമ്ര, കൽപ്പന ക്രിയ, ഇതൊക്കെ സുക്കൂൻ മാറ്റിയാൽ കെസ്സാണ്. ഇഖ്റ എന്ന് ഹംസിന് സുക്കൂനാണെങ്കിൽ ഇഖ്റഅൽ ഖുർആൻ. അപ്പൊ അതേ അങ്ങനെ എന്തായി? വമൻ യുതിഇല്ലാഹ, വമൻ യുതിഇല്ലാഹ, ഏതൊരുവൻ അള്ളയെ അനുസരിച്ചിട്ടുണ്ടോ, റസൂലഹു, റസൂലിനെയും, ഫഖദ് ഫാസ, അവൻ വിജയിച്ചിട്ടുണ്ട്. ഏതൊരുവൻ അള്ളയും റസൂലിനെ അനുസരിച്ചിട്ടുണ്ടോ അവൻ വിജയിച്ചിട്ടുണ്ട്. എങ്ങനെ വിജയിച്ചിട്ടുണ്ട്? ഫൗസൻ അളീമ. ഫാസ യഫൂസുവിന്റെ ക്രിയാധാതുവാണെന്ത്? ഫൗസ്. ക്രിയാധാതു മുത്തലക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതെന്തിനാണ്? അതിന്റെ സ്ഥിരീകരണത്തിൽ പറയാൻ വേണ്ടി. ഫൗസ് എങ്ങനെയുള്ള വിജയമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. കാരണം ഫൗസ് കഴിഞ്ഞിട്ട് അലീം എന്ന് പറഞ്ഞിട്ട് മഹത്തായ വിജയം വിജയിച്ചു. ഹാമിദ് അസ്സാനിയതു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. മിഅത ജൽദ. അപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്? അസ്സാനിയതു വസ്സാനി, പ്രോസ്റ്റിറ്റ്യൂട്ടായ ആണിനെയും പെണ്ണിനെയും, ഫജ്ലിദു,
നിങ്ങൾ അടിക്കുക കുല്ല വാഹിദിൻ മിൻഹുമ, അവരെ രണ്ടുപേരിലുള്ള ഓരോരുത്തരെയും അടിക്കുക. മിഅത്ത ജൽദത്തിൻ. അപ്പൊ എങ്ങനെയുള്ള അടിയാണ്? അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു കുല്ല് വന്നു, അതേപോലെ ഇവിടെ മിഅത്ത് വന്നു, സംഖ്യ. വന്നു. അതിന്റെ വിശദീകരണം നമുക്ക് പിന്നീട് പാഠത്തിൽ വായിക്കാം. 100 അടി അടിക്കണം. മിഅത്ത ജൽദത്തിൻ. ഉസാമ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. വലാ തബറജ്ന എന്താണ്? ലാ തബറജ്ന എന്നത് ഫിഅലാണ്. ലാ തബറജ്ന എന്നത് ഫിഅലാണ്. എങ്ങനെയുള്ള പേര്? പേര് നഹി. പേര് മാളി ആയിരുന്നാലും മുളാരി ആയിരുന്നാലും അമ്രായിരുന്നാലും നഹി ആയിരുന്നാലും എന്താണ്? ഫിഅലാണ്. ലാ തബറജ്ന. എന്താ എന്റെ അർത്ഥം? തബറജ് എന്ന് പറഞ്ഞാല് അഴിഞ്ഞാടുക. ഡിസ്പ്ലേ ഓൺസ് ചാംസ് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. തബറുജ് ആഭാസപരമായി നടക്കുന്നതിനാണ് തബറുജ് എന്ന് പറയുന്നത്. ലാ തബറജ്ന, നിങ്ങൾ എന്തരുത്? അഴിഞ്ഞാടരുത്, ആഭാസപരമായി നടക്കരുത്. തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. പിന്നെന്താ പറഞ്ഞത്? അപ്പൊ ആ ഫേലിന്റെ മസ്ദറാണ്, ക്രിയാധാതുവാണ്, മഫ്ഊൽ മുത്തലക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജാഹിലിയത്ത് എന്താണ്? അന്ധകാല യുഗം, അജ്ഞാന കാലഘട്ടം. അജ്ഞാന കാലഘട്ടം, ആ ഒന്നാമത്തെ അജ്ഞാന, പഴയ പണ്ടത്തെ അജ്ഞാന കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ അഴിഞ്ഞാടിയതുപോലെ നിങ്ങൾ അഴിഞ്ഞാടരുത്. ലാ തബറജുന എന്ന് പറഞ്ഞാൽ ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? പെണ്ണുങ്ങളെയാണോ ആണുങ്ങളെയാണോ? പെണ്ണുങ്ങളെ. കാരണം നിങ്ങളുടെ ന്യൂനിൽ നിസ്വത്തുണ്ട്, പെണ്ണുങ്ങളുടെ ന്യൂനുണ്ട് അവിടെ. ലാ തബറജുന. ഇപ്പൊ സ്ത്രീകളെ അഡ്രസ് ചെയ്തിട്ട് പറയുന്ന ഭാഗമാണ് അഹ്സാബ്, സൂറത്തുൽ അഹ്സാബ്. ലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. പണ്ടത്തെ അഴിഞ്ഞാട്ടം പോലെ നിങ്ങൾ അഴിഞ്ഞാടരുത്. സമയായോ? സമയായി. എന്താ തോന്നുന്നത് ഈ പാഠമൊക്കെ വായിച്ചിട്ട്? നമ്മള് ടീച്ചർ വെച്ചിട്ട് ടീച്ചർ സമ്മറി ഒക്കെ ഇട്ട് തരുന്നുണ്ട് പാഠത്തിന്റെ. അതെങ്ങനെയുണ്ട്? സമ്മറി ഒക്കെ പറയുന്ന എക്സർസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അതെ അതെ, എക്സർസൈസും ഭയങ്കരമായി തരാറുണ്ടായിരുന്നു ആദ്യമൊക്കെ. അപ്പോഴും കുറച്ചോ? ആദ്യത്തെ 1-2 എസൻസിന് എഴുതിയിട്ടു എല്ലാവരും. പഴയ പാഠമാണ് ഇത്. ഇതിന്റെ മൂന്നാം ഭാഗത്തിന്റെ മൂന്നാം പാർട്ട് 3യുടെ ഒന്നാം ഭാഗമല്ലേ ഇപ്പൊ തന്നിട്ടിരിക്കുന്നത്. അതെയോ? എത്രാമത്തെ പാഠത്തി? ഇപ്പോഴ് 21ാമത്തെ പാഠം കണ്ട് തന്നിരിക്കുന്നത്. അതെ. അപ്പൊ പാർട്ട് 2 എത്തിയെന്ന് തോന്നുന്നു അല്ലേ? ഇതിലൊന്നും ആക്ടിവിറ്റീസ് ഒന്നും തരാറില്ല. അതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് പോവാ. ഇട്ട് പോകുന്ന ആക്ടിവിറ്റി തരാത്ത നിങ്ങൾ എഴുതാത്തോണ്ട്. ചിലപ്പോ ലാസ്റ്റ് എന്തെങ്കിലും തരുമായിരിക്കും. അല്ല, പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് കുറച്ച് സ്പീഡാണ്, എന്നാലും മനസ്സിലാവുന്നുണ്ട്.
പുതിയ ടീച്ചറാണ്. പറയുന്നത് മനസ്സിലാവുന്നു. പുതിയ ടീച്ചറാണ്. ഞാൻ സ്വതന്ത്രമായിട്ട് പഠിപ്പിക്കുകയാണ്, ആ പഠിപ്പിക്കുക. അപ്പം റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് റെഫർ ചെയ്തിട്ട് അതേപോലെ പറയാൻ പറ്റും കേട്ടോ. അതുപോലെ ശ്രദ്ധിക്കണം. അതെ അതെ അത്രയും സമയം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് റെഡി ആയിട്ട് അത് പറയാൻ പറ്റും. അതെ 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 പറയുന്നിടത്തോളം ഓക്കെ അല്ലേ? നിങ്ങൾ സ്പീഡ് കൂടി പോകുന്നുണ്ടെങ്കിൽ ഇതിൽ സ്പീഡ് കുറച്ചാൽ മതി. വോയിസിൽ അങ്ങനെ സ്പീഡ് സ്പീഡ് കുറയ്ക്കാനുള്ള കുറയുന്നില്ല സംവിധാനം തോന്നുന്നുണ്ട്. ഇല്ലേ? ഓൾറെഡി സ്പീഡ് അങ്ങനെ തന്നെ ഉള്ളത്, പക്ഷെ കുറയുന്നില്ല തോന്നുന്നുണ്ട്. ആ, സ്പീഡ് കൂട്ടാനേ പറ്റുള്ളൂ, കുറയ്ക്കാൻ പറ്റില്ല. അതെ അതെ കുറക്കാൻ പറ്റുന്നില്ല, പക്ഷെ ക്ലിയർ ആയി പറയുന്നുണ്ട്. ആ, ക്ലിയർ ആയി പറയുന്നുണ്ട്. സൗണ്ടും റെക്കോർഡിംഗ് ഒക്കെ നന്നായിട്ട് ക്ലിയർ സംഭവം. പ്രിപ്പയർ ചെയ്ത് നമ്മൾ പറയുന്നതായിരിക്കും. നോക്കേണ്ടത് നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നമ്മൾ പഠിച്ചതുപോലെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ടോ എന്ന് നോക്കുക. സ്പീഡ് കൂടിയാ കുറഞ്ഞെന്ന് പറയും. സ്പീഡ് കൂടിയാ നമ്മൾ സ്പീഡ് പഠിക്കണമെന്ന് അതിന്റെ അർത്ഥം. അതെ 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 വ്യക്തമായി പറയുന്നുണ്ട്. ആ, പഠിച്ച പാഠം. അതാ വേണ്ടത്. വ്യക്തമായും ശക്തമായും പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അതെ അതെ അത് പോസ്റ്റ് ഗ്രാജുവേറ്റ് അറബി തന്നെയാണ്, എന്നക്കാരിയാണ്. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ദുറൂസ് ലോകത്തിൽ അറബി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാണ് എടുത്തത്. മാത്രമല്ല വാഴക്കാട് ദാറുലുലും ഏതോ ഒരു പ്രസിദ്ധമായ സ്ഥാപനത്തിലാണ് പഠിച്ചത്. ദാറുലുലും എന്ന് എനിക്ക് തോന്നുന്നു. വാഴക്കാട് അതേപോലെ ഒരു സ്ഥാപനത്തിലാണ് പഠിച്ചിരിക്കുന്നത്. വാഴക്കാട് ദാറുലുലുമാണുള്ളത്. അതെ, ദാറുലുലും വാഴക്കാടും എല്ലാതും ഉണ്ടോ? അല്ല, വാഴക്കാട് തന്നെയുള്ളൂ. വാഴക്കാട് ഏതോ ഒരു ദാറുലുലും അറബിക് കോളേജ്. മദീനത്തുലും പുളിക്കല് വാഴക്കാടാണെന്ന് എനിക്ക് തോന്നുന്നു. വാഴക്കാട് പഠിച്ചു. വാഴക്കാട് ദാറുലുലും. ദാറുലും അറിയപ്പെടുന്ന സ്ഥാപനത്തിൽ പഠിച്ചാണ്. വാഴക്കാട് നമ്മുടെ നാടാണ്, എന്റെ നാടാണ്. അതെ, കോഴിക്കോട് സ്വദേശിയാണ്. അതെ അതെ, അത് വർത്താനത്തില് മനസ്സിലാവും. തനി കോഴിക്കോട്ടുകാരിയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയതുകൊണ്ടും അറബിക്ക് പിന്നെ ദുറൂസ് ലോകത്തിൽ അറബിയ പഠിപ്പിക്കാൻ പറ്റും എന്ന് അറിഞ്ഞുകൊണ്ടാണ് എടുത്തത്. ഓക്കെ, വേറെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടാവും അല്ലേ? എല്ലാം 1 മുതൽ റിവിഷൻ കൊടുത്തിരിക്കുകയാണ്. പാർട്ട് 1 മുതൽ എല്ലാ ക്ലാസ്സും റിവൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. എല്ലാ ക്ലാസ്സും 1, 2, 3 ചെയ്യുന്നുണ്ട്. ദുറൂസിന്റെ 1, 2, 3 ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാം ചെയ്യാനുള്ള പുതിയ ബാച്ച് ആ ടീച്ചറിനെ കൊണ്ട് എന്നെ എടുപ്പിക്കാനുള്ള പരിപാടിയിലാണ്. മുന്നേ ഒരു സംശയം. ഷക്ക എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നുള്ള ഈ ഷിക്കത്തല്ലേ അപ്പാർട്ട്മെന്റിന് പറയല്? ഈ ഫ്ലാറ്റിന് അപ്പാർട്ട്മെന്റിനൊക്കെ പറയുന്ന ശരിക്കും ഷക്കയാണെന്നാണ് എനിക്ക് എന്റെ ധാരണ. ഷക്കയാണ്. അത് ഷക്ക പറഞ്ഞ് പിന്നെ അതിലേക്ക് കെസറായി പോയതെന്നാണ് തോന്നുന്നത്. ഒരു പാർട്ട് ഷക്കത്തുൻ. ഇപ്പോഴും സാർ പറഞ്ഞില്ലേ 1, 2, 3 ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, 2-3 സെമിസ്റ്ററിനും. അപ്പം മറ്റതും നമുക്ക് കിട്ടില്ലേ വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാൻ? കേട്ടില്ല. ഇപ്പൊ നമുക്ക് എടുക്കുന്ന 3rd സെമിസ്റ്റർ ആണല്ലോ. അപ്പോഴും 1ഉം 2ഉം എടുക്കുന്നുണ്ടെന്നല്ലേ സാർ പറഞ്ഞു? അതും കൂടി എടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ 2 കേൾക്കണമെന്നുള്ളവർക്ക് 2ന്റെ ഗ്രൂപ്പിൽ ചേരാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അല്ല, അത് വേറെ തന്നെ നമുക്ക് കിട്ടില്ല, എടുക്കാൻ പറ്റില്ല. വേറെ തന്നെ എടുത്ത് ഒന്ന് റെഫർ ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു, അതിൽ റിവിഷൻ വരുന്നുണ്ട്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ ആ ഗ്രൂപ്പിൽ റിവിഷൻ കിട്ടും. ശരി, ഓക്കെ. കിട്ടിയിട്ടുണ്ട് നല്ലായിരുന്നു. അല്ല, ഈ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കൺഫ്യൂഷനാണ്. അതെ അതെ, നമുക്ക് ഇത് റിവൈസ് ചെയ്ത് തീർന്നാലേ ഇതിന്റെ പരീക്ഷ നടത്താൻ പറ്റും. അതെ, തീരുമാനം റിവിഷൻ തീരണം. ഇതിനുവേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കുറെ കാലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ആകെ പ്രശ്നമാവും, മറന്നുപോകും, പഠനവും നടക്കില്ല.
ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും ഗ്രഹിക്കാനും ഖുർആൻ എങ്ങനെ വായിക്കണം എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് വായിക്കാനും അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും ആ ഐഡിയ എന്താണ്, എങ്ങനെയാണ് ഖുർആൻ വായിക്കേണ്ടത് എന്നുള്ള സംഗതി അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനോടും ഖുർആന്റെ ഭാഷയും അറബി ഭാഷയും ഒക്കെ മനസ്സിൽ കയറി തീവ്രത കൂടിയ അതിനോട് അഭിനിവേശമുള്ള ഒരു സമൂഹമായി നമ്മയും അടുത്ത തലമുറയെയും മാറ്റട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة സാർ ഈ حسنة മഫ്ഊലുൽ وقنا عذاب النار മുഖ്തലഖ് എന്ന് പറയുന്നത് برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞോ? ആമീൻ അല്ലാതെ. അതെ അതെ, ഈ മഫ്ഊലുൽ മുഖ്തലഖ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓബ്ജക്റ്റ് എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഓബ്ജക്റ്റ് അല്ല, മഫ്ഊൽ മുത്തലഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികമായ മഫ്ഊൽ എന്നാണ് അതിന്റെ ഭാഷാർത്ഥം. പക്ഷേ അതായത് നമ്മൾ മഫ്ഊൽ ബിഹി എന്ന് പറയുന്നതിന് പകരം ഇതിന് വേറെ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത്. എന്തായാലും ഈ പാഠത്തിന്റെ എക്സസൈസിനോടൊപ്പം എന്ത് ചെയ്യും, അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.